ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ആരും നെഗറ്റീവ് അടിക്കണ്ട. ഇദ്ദേഹത്തിന് നമ്മളൊരു വർക്കിന് വേണ്ടി ഒന്ന് കിട്ടണമെങ്കിൽ നമ്മുടെ സൈറ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഇദ്ദേഹത്തിന് ഫീസ് കൊടുക്കണം. അല്ലാണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വാല്യൂ ഉണ്ട്. വെറുതെ അനാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വിളിക്കാനില്ല. ആവശ്യമുള്ളവരാണ് ഇദ്ദേഹത്തിന് വിളിക്കുക. കാരണം ഇദ്ദേഹത്തിന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടും പരിസരവും വൃത്തിയാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഫീസ് കൊടുത്താലും കുഴപ്പമില്ല. അല്ല ചേട്ടാ, ഫീസിൻ്റെ കാര്യം പറയുമ്പോഴത്തേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഞാനൊരു ഇതായിട്ടല്ല പറയുന്നത്. ഫീസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ചുമ്മാ പോയിട്ട് മെഷർ ടേപ്പ് എടുക്കുക, സ്റ്റോണിൻ്റെ അളവ് ഇത്ര, ഗ്രാസിൻ്റെ അളവ് ഇത്ര, ഇത്ര ഇങ്ങനെ അളവെടുത്തിട്ട് വരുമല്ല. ക്ലയൻറ്റിനെ കറക്റ്റ് വിളിച്ചു നോക്കിക്കോട്ടെ. ആ സൈറ്റ് കണ്ടു കഴിയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ വരും എനിക്ക് ഇന്നത് ചെയ്താൽ കൊള്ളാം. ക്ലയൻറ്റുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെയും കൂടെ കോൺവെൻ്റ് എടുത്തുകൊണ്ട് അവരുടെ ഒരു സംഭവം ഉണ്ടല്ലോ, എനിക്ക് ഇത്ര പാർക്കിംഗ് വേണം, ഇത്ര ഇത് വേണം, ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് ഓൾറെഡി അന്നേരം തന്നെ ഞാൻ ഫോട്ടോസും കാര്യങ്ങളും കാണിക്കും. സാറേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാം, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ പോരുന്നത്. അല്ലാതെ ഞാനൊരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ പോയി ടേപ്പ് എടുക്കുക, മെഷർ ചെയ്യുക, അങ്ങനെയുള്ളൊരു നമുക്ക് അവിടെ വെച്ച് ഉറപ്പിക്കും ഇതാണ് നമ്മൾ ചെയ്യാൻ ക്ലിയർ ആയിട്ട് പറയും. അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ എൻ്റെ കൂടെ എന്നെ വിളിച്ചിട്ട് ഇപ്പം ഞാൻ പേയ്മെൻറ്റ് മേടിക്കാതെ പോയി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ഡിസൈൻ എടുപ്പിച്ചിട്ട് വേറെ വർക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് പക്ഷേ ആ വർക്കൗട്ട് കറക്റ്റ് ആകത്തില്ല. കാരണം എൻ്റെ വർക്കിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. എൻ്റെ വർക്ക് ഈ പറയുന്ന കൂട്ടൊന്നുമല്ല, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്തു വരുമ്പം വേരിയേഷൻസ് വരും. അത് ക്ലയൻറ്റുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യും.